I'm very naughty. I have a lot of double meaning talks with my boyfriends, girlfriends. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ Okay. അല്ല പക്ഷെ ഞാൻ സത്യമല്ലേ പറയുള്ളൂ അതാ. ജസ്റ്റിസ് ഫോർ രമേഷ് പിഷാരടി, ജസ്റ്റിസ് ഫോർ അൻസിബ നമ്മൾ കുറേ നാള് പറഞ്ഞു അല്ലേ, പല കമൻറ്റ് ബോക്സുകളിലൂടെ. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടത് ജസ്റ്റിസ് ഫോർ രമേഷ് പിഷാരടി. ശ്വേതാ മേനോൻ ജി, പരസ്യമായി നിങ്ങൾ മാപ്പ് പറയണം. പരസ്യമായി നിങ്ങൾ എന്താണെന്ന് ഇതാ ഈ വീഡിയോയിലൂടെ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് പ്രിയങ്കരിയായ ശ്വേതാ മേനോൻ ജി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. ജസ്റ്റിസ് ഫോർ രമേഷ് പിഷാരടി കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്തു. അത് വേറൊന്നും കണ്ടല്ല, നല്ല രീതിയിൽ ഈ വീഡിയോ ഒക്കെ പല ദുഷ്ടശക്തികൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. കാരണം പണ്ട് നമ്മുടെ ശ്വേതാ മേനോൻ ജി പറഞ്ഞു വെച്ച ഒരു കാര്യം ഈ വീഡിയോയിലൂടെ കുത്തിപ്പൊക്കി നിങ്ങളെ ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോവാം. ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കി കാണിക്കേണ്ട ആവശ്യമാണ്. ഈ സമയത്താണ് ഇത് കാണിക്കേണ്ടത്. കാണാം നമുക്ക്, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. One secret talent that nobody knows about you. നമുക്ക് പബ്ലിക്കിന് അറിയാത്തൊരു സീക്രട്ട് ടാലന്റ്, സംതിങ്. I'm very naughty. I'm very naughty. I'm very naughty. I have a lot of double meaning talks with my boyfriends, girlfriends. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ Okay. അല്ല പക്ഷെ ഞാൻ സത്യമല്ലേ പറയുള്ളൂ അതാ പ്രശ്നം. I have a lot of double meaning talks with my boyfriends. I have a lot of double meaning talks with my boyfriends. I have lot of double meaning talks with my boyfriends and girlfriends. കേട്ടല്ലോ? സത്യമല്ലേ പറയുന്നത് എന്ന് ചേച്ചി തന്നെ പറയുന്നതും കേട്ടല്ലോ. സത്യമാ, ചേച്ചി തന്നെ പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കാറുണ്ട്, ഡബിൾ മീനിങ് സംസാരിക്കാറുണ്ട്. അപ്പം ചേച്ചിക്ക് സംസാരിക്കാം, അത് തെറ്റല്ല. ചേച്ചിയുടെ ഒരു സുഹൃത്ത് ചേച്ചിയോട് സംസാരിച്ചാൽ അത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അയാളുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുക. രാഷ്ട്രീയം പുറകിലുണ്ടോ? അല്ല, അങ്ങനെ അങ്ങ് രമേഷ് പിഷാരടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ ശ്വേതാ മേനോൻ ജി? എങ്ങനെയുണ്ട് സാധനം? വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ പറഞ്ഞതാ, ഞാൻ അവിടുന്ന് ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ, വെച്ചുണ്ടാക്കിയതൊന്നും അല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നയാ ചേച്ചി വർഷങ്ങൾക്ക് മുമ്പ് ഡബിൾ മീനിങ്സ് പറയാറുണ്ടെന്ന്. സി, എല്ലാം പോട്ടെ, നിങ്ങളും പിഷാരടിയൊക്കെ ഉള്ള ഏതോ ഒരു മറ്റേ ഒരു എന്താ ഈ പരിപാടി ഉണ്ടല്ലോ, മറ്റേ മഴവിൽ മനോരമയിലോ സംതിങ്, ഒരു ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ പോലെയുള്ള റിയാലിറ്റി ഷോ, അത് തന്നെ റിയാലിറ്റി ഷോ. അതിലും കുറച്ച് കാട്ടായങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടേ, അതൊക്കെ ഞാൻ കാണിക്കാം. അതൊക്കെ പിന്നെ ഈ സാധനത്തിന് ശ്വേതാ മേനോൻ ജിക്ക് എന്താ മറുപടി പറയാനുള്ളത്? അല്ല, പറയണം. ചില ചേട്ടന്മാരുടെ വീഡിയോകൾ ഞാൻ കണ്ടില്ല, ചില ആളുകൾ കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഏതോ ഒരു ചേട്ടൻ ഇരുന്ന് പറയുകയാണ്, രമേഷ് പിഷാരടിയെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്, സുഹൃത്തുക്കളാണ്, ശ്വേതയും രമേഷ് പിഷാരടിയും സുഹൃത്തുക്കളായതുകൊണ്ടാണ് ഇങ്ങനത്തെ സംസാരിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞു എന്നൊക്കെ ഏതോ ഒരു ചേട്ടൻ എവിടെയോ ഇരുന്ന് പറഞ്ഞു എന്നൊക്കെ കുറച്ച് ആളുകൾ വിളിച്ച് പറഞ്ഞു. കാണാൻ പോയില്ല, കാരണം കുറച്ചായിട്ട് ഞാൻ ആ ചേട്ടൻ്റെ വീഡിയോ കാണാറില്ല, താല്പര്യമില്ല. അപ്പം അതുപോലുള്ള ചേട്ടന്മാരോടാണ് ശ്വേതാ മേനോൻ ജി ചെയ്തത് ശരിയാണല്ലേ? കൈയടിക്കാം അല്ലേ? നമുക്ക് കൈയടിക്കാം അല്ലേ? സി, ഡേർട്ടി ജോക്സ്, അതാണ് ശ്വേതാ മേനോൻ റിലീസ് ചെയ്ത നമ്മുടെ രമേഷ് പിഷാരടിയായിട്ടുള്ള സംഭാഷണത്തിൽ ഉള്ളത്. ഡേർട്ടി ജോക്സ് ആണ്, രമേഷ് പിഷാരടി പറയുന്നതന്നെയാണ്. രമേഷ് പിഷാരടി എന്തുകൊണ്ടത് പറഞ്ഞു? ശ്വേതാ മേനോനും ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാറുള്ളതാ. നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. ഇപ്പോൾ ഇനി രമേഷ് പിഷാരടി സുഹൃത്തായിട്ട് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, തട്ടി ദൂരെ കളഞ്ഞു കാണും. കാരണം രണ്ട് നല്ല സുഹൃത്തുക്കൾ സംസാരിക്കുന്നതിനിടയിൽ അത് റെക്കോർഡ് ചെയ്ത് പുറത്ത് സ്വയം ലാഭത്തിനായി ഇട്ടുകൊടുത്തു. അത് രമേഷ് പിഷാരടി എന്നല്ല ഒരാളും ക്ഷമിക്കുകയില്ല. ഓക്കെ, ഒരാളും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമേഷ് പിഷാരടി അങ്ങനെയുള്ള ഡേർട്ടി ജോക്ക് ഇറക്കാൻ കാരണം അപ്പുറേ നിൽക്കുന്ന ആളും ഇതുപോലുള്ള സംഭാഷണങ്ങൾ നടത്താറുണ്ട്. കാരണം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്ക ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകനൊന്നും അല്ല കേട്ടോ, ഫ്രണ്ട്സ്, ആൺ സുഹൃത്തുക്കൾ, അവരോടൊക്കെ രമേഷ് പിഷാരടി ഒരു നല്ലൊരു ആൺ സുഹൃത്താണ് ശ്വേതയുടെ. അത് തെളിയിച്ചു തരുന്ന പല സന്ദർഭങ്ങൾ TV ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം.
എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നിട്ട് നിങ്ങൾ ബാക്കി പറഞ്ഞാൽ മതി. ഇത് കണ്ടു, നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് ഇത്തിരി പേസ്റ്റ് ഇട്ട് പല്ല് വെച്ചിട്ട് വാ. ഇല്ല വേണ്ട 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 അരുത് മാ നിഷാദ. ഇത് കൊള്ളാം. ഞങ്ങളുടെ പ്രമോയ്ക്കുള്ളതായിട്ടുണ്ട്. അല്ല, ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അല്ലേ രക്ഷോട്ട് വയ്ക്കുക ഞാൻ. ഓക്കെ, അപ്പൊ എന്റർടൈൻമെന്റ് ഓൾറെഡി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടല്ലോ, രമേഷ് പിഷാരടിയുടെ ജോക്കുകൾക്ക് എല്ലാരും കൂട്ടത്തോടെ കയ്യടി. തൊട്ടപ്പുറം ശ്വേത ചേച്ചി ഇരിപ്പുണ്ടേ, ഉമ്മം കൊടുക്കുന്നു ഇല്ലേ? ഒരു സുഹൃത്തല്ലാതെ റോട്ടിൽ കൂടെ പോകുന്ന ഒരുത്തന് ഏതെങ്കിലും ഒരു സ്ത്രീ ഉമ്മം കൊടുക്കുവോ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ ഇതിനകത്തുനിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? കുറേ ആളുകൾ അങ്ങോട്ട് രമേഷ് പിഷാരടിയുടെ പുറകെ കല്ലെറിയാൻ നടക്കുന്നുണ്ട്. നീ മാങ്കൂട്ടത്തിൽ നിന്ന് പഠിക്കുകയല്ലേടാ. നേരത്തെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, അവനൊരു കോഴിയായിരുന്നു, ഇതേ അടുത്ത MLA കോഴി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. എന്നിട്ട് വിളി അങ്ങേരെ കോഴിയെന്ന്, എന്നിട്ട് വിളിക്കാൻ തോന്നുമോ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിളിക്കത്തില്ല. എന്തിനു വിളിക്കണം? ശ്വേതാ മേനോൻജി തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ നല്ല രീതിയിൽ പറയും, ഡബിൾ മീനിങ്സേ ഞാൻ പറയും. ഞാൻ സത്യസന്ധയല്ലേ, ഞാൻ പറയും. ആ സത്യസന്ധ ഒന്ന് മാപ്പ് പറയാൻ പറ്റുമോ രമേഷ് പിഷാരടിയോട്? കാരണം നിങ്ങൾ കാരണം രാഷ്ട്രീയപരമായി അതല്ലാതെ അയാൾ ഒരുപാട് അപമാനം ഇപ്പം നേരിട്ടു. പുള്ളി പറഞ്ഞിട്ടില്ല പുള്ളിയുടെ വോയിസ് അല്ല എന്ന്, പുള്ളി എങ്ങും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ വോയിസ് തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് അങ്ങനെ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്താണ് പുള്ളി സംസാരിച്ചത്. ഓക്കെ, സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. നിങ്ങളത് കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം. അത് ഇതിനകത്തുനിന്നൊക്കെ പ്രൂവൺ ആണ് അല്ലേ? ഒരു ഓഡിയോയിലല്ല, 1000 ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി, 1000 അല്ല ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അയാളെ ഉമ്മ വെക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഡബിൾ മീനിങ് പറയുന്നുണ്ട് രമേഷ് പിഷാരടി. തമാശ പറയുന്നില്ലേ? ഡബിൾ മീനിങ് തമാശകൾ പറയുന്നുണ്ട്. അതിന് നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു. എന്തിന്? നിങ്ങൾ പുറത്തുവിട്ട ആ കോൾ റെക്കോർഡ്, അതിൽ തന്നെ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി രമേഷ് പിഷാരടിയെ വിളിച്ചല്ല, പൊതുസമൂഹത്തിനോട് നിങ്ങൾ ആദ്യമേ മാപ്പ് പറയണം. ഓക്കെ, എന്നിട്ട് രമേഷ് പിഷാരടിയോട്, ശ്വേതാ മേനോൻജി ഇനി നിങ്ങൾ ഈ അമ്മയുടെ തലപ്പത്തൊന്നും പോയിരിക്കരുത് കേട്ടോ. നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം നാണക്കേടായിരിക്കും. പുച്ഛിക്കും നിങ്ങളെ എല്ലാവരും ഉറപ്പായിട്ടും. ഇനി എന്തേ അടുത്ത ഒരു സാധനം കൂടെ നിങ്ങൾ കണ്ടേ? അയ്യോ, ഒരു പാഠം വിട്ടുപോയി. എന്താ? കിന്നാര തുമ്പികൾ. അല്ല, ഓക്കെ. പിന്നെ ഒന്നുകൂടി കാമസൂത്ര. അത് ഇംഗ്ലീഷ് മൂവിയാടാ. ഏതാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഞാൻ മൂവി ആയിട്ട് കാണാറില്ല. ഞാൻ അതിന്റെ ട്രെയിലർ മാത്രമേ കാണുള്ളൂ. മൂവി കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കാണുന്നില്ല. നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ. പുള്ളി എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാറുണ്ട്. അപ്പുറം ഇരുന്ന് ശ്വേതാ മേനോൻജിയും കൗണ്ടർ അടിക്കാറുണ്ട് ഡബിൾ മീനിങ് സാധനങ്ങൾ. കേട്ടല്ലോ. പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. തൊട്ടപ്പുറേ പൂർണിമ ഇരിപ്പുണ്ട്, പൂർണിമ ഇന്ദ്രജിത്ത്. അവർക്ക് ഈ പറയുന്നതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. അവർ തിരിച്ചൊന്നും പറയുന്നുമില്ല. കേട്ടല്ലോ. ശ്രദ്ധിച്ചല്ലോ നിങ്ങളത്? കേട്ടല്ലോ എന്നല്ല, ശ്രദ്ധിച്ചല്ലോ. എല്ലാവർക്കും ഒന്നും ഈ ഡബിൾ മീനിങ് പരിപാടി ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഒരു പെണ്ണിനോട് ഡബിൾ മീനിങ്ങിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ പെണ്ണും അതുപോലെ നിൽക്കുന്നോണ്ടായിരിക്കും. അല്ലാതെ ഇവിടെ പെണ്ണ് മാത്രം അങ്ങ് മേളിലിരിക്കുന്ന അയ്യോ പതിവ്രത പുരുഷൻ അയ്യോ മോശക്കാരൻ, ആ സാധനം ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, ആ സാധനം ഒന്ന് മാറ്റി വെക്കുക. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, ഈ ശ്വേതാ മേനോൻ ലീക്ക് ചെയ്ത അങ്ങനെയൊക്കെ പറയാം ആ ഒരു വോയിസിൽ, അതിലും നിങ്ങൾ നോക്കിയാൽ മതി. രമേഷ് പിഷാരടി ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പറേ ഇരിക്കുന്ന ശ്വേതാ മേനോൻ ചിരിക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ചൂടാവാം, കലിപ്പാകാം. അതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇരുന്ന് ചിരിക്കുന്ന പോർഷൻസ് വരെ ഞാൻ കേട്ടു. അതൊക്കെ ഒന്ന് കേട്ടിട്ട് മനസ്സിലാക്കുക ആരാണ് ശ്വേതാ മേനോൻ ജി എന്നുള്ളത്. പിന്നെ അവർ ആ വോയിസ് ഒക്കെ റിലീസ് ചെയ്യാൻ കാരണം എനിക്ക് മനസ്സിലാവുന്നത് രാഷ്ട്രീയം അത് നല്ല രീതിയിലുണ്ട്. ഇല്ലെങ്കിൽ എന്തിന് ആദ്യമേ അൻസുബെ ഇല്ലാതാക്കാൻ? എന്താ രമേഷ് പിഷാരടിയുടെ കേസിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ? എന്തിനാ വ്യക്തിയോട് അങ്ങനെ ചെയ്തു?
ബാക്കി ഓ നിങ്ങൾ കുറെ കാവച്ചുള്ള കളങ്കമുള്ള മനസ്സുള്ള ആൾക്കാരാണ്, അതാണ് പ്രശ്നം. എനിക്കത്ര കളങ്കമില്ലല്ലോ, അതാണ്. ഡർട്ടി ബോയ്. ഇല്ല ഞങ്ങളുടെ വാട്സപ്പിൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വേറെ ഒന്നുമില്ല, സാംസ്കാരിക ചിന്തകൾ മാത്രമേ അതിൽ വരാറുള്ളൂ. ചാറ്റും ഇയാളെന്നെ ഇല്ല, ചാറ്റില്ല, ചാറ്റ്. അതുപോലെ ഈ വെറുതെ ഇതുണ്ടല്ലോ, ഈ പ്രാവ് റോസാപ്പൂ അടിച്ചോണ്ടിരിക്കുന്ന പടം ഇട്ടിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നേ, അതൊന്നുമില്ല. നല്ല ചിന്തകൾ മാത്രം രാവിലെ. അത്രേ ഉള്ളൂ. അതായത് അതായത് ആഗോളതപനം, ഓസോൺ പാളിയിലെ തുള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മള് ലോകം പോകുന്ന പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം കൊണ്ട് കടലിലെ കടലാമകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും. ഭയങ്കര സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അമേരിക്കൻ ടൈമാ, രാത്രി 9 മണി കഴിയുമ്പോഴേ ഗ്രൂപ്പ് ഉണരുള്ളൂ. കാര്യമൊക്കെ പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. രമേശ് പിഷാരടി ശ്വേതയോട് മാത്രമല്ല, ഒരു റിയാലിറ്റി ഷോയിലിരുന്നും സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു? അപ്പുറത്തിരിക്കുന്ന ശ്വേത എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇവരുടെ കോൾ റെക്കോർഡ് പുറത്ത് വരുന്നതിനകത്ത് ശ്വേത സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിഷാരടിയുടെ സ്വഭാവം വെച്ച് അയാൾ നൈസായിട്ട് 2 സാധനം അങ്ങോട്ട് ഇറക്കി കൊടുത്തു. ഇതുപോലെ അത്രയേ ഉള്ളൂ അതിനകത്ത്. അത് ശ്വേതാമേനോട് അടുക്കെ ഇറക്കാതിരിക്കേണ്ട കാര്യം ഉണ്ടോ? വൈ? ശ്വേത ചേച്ചി തന്നെ പറയുന്ന കേട്ടല്ലോ തുടക്കത്തിൽ. നമ്മൾ സംസാരിക്കാറുണ്ടേ, നമ്മൾ ഇടയ്ക്ക് ഡബിൾ മീനിങ് സാധനങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് കൊട്ടി നിൽക്കാറുണ്ട്. അവർ തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് അവരെ വെളുപ്പിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ചില ചേട്ടന്മാർ അതൊക്കെ ഒന്ന് ആലോചിക്കുക. സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് പറയും, എല്ലാ സുഹൃത്തുക്കളുടെ ഇടയ്ക്കും അല്ല, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവളോട് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കില്ല, ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾക്ക് ഓക്കെയാണ്, അവരിങ്ങോട്ടൊരു സാധനം പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞിരിക്കും. അതിനകത്ത് എന്താ മടി കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലാതെ ഒരാൾക്ക് ഇഷ്ടമല്ലാതെ ഈ സാധനം അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തെമ്മാടിത്തരം. ഇവിടെ അതല്ല നടന്നത്, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടോണേ. മറ്റേ ഓഡിയോ പുള്ളിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എവിടെ ചെന്നാലും ഇതാണ് ആ മനുഷ്യനോടുള്ള ചോദ്യം. ഈ അവസ്ഥയിൽ ആ വ്യക്തിയെ ആക്കിയത് ശ്വേതാ മേനോൻജി നിങ്ങൾ തന്നെയാണ്. എവിടെ ചെന്നാലും ഇതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വോയിസ് അതിൻ്റെ പുറകിലെ സത്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇല്ലേ? ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥയോ, പുള്ളിയുടെ പ്രതിച്ഛായ അതില്ലാതെയാക്കിയാണ് ശ്വേതാ മേനോൻജി നിങ്ങൾ തിരിച്ച് അമ്മ എന്ന താരസംഘടനയിലോട്ട് ചെല്ലുന്നത്. നാട്ടുകാരെ വിട്, താരസംഘടനയിലെ മെമ്പേഴ്സ് തന്നെ നിങ്ങളെ പട്ടിയുടെ വില തരത്തില്ല. ഓക്കെ, അയ്യോ പട്ടിക്കൊക്കെ നല്ല വിലയാണല്ലോ. സോറി, ഡോഗ് ലവേഴ്സിൻ്റെ അടുക്കലാണ് ഞാൻ അങ്ങനെ താഴ്ത്തി കെട്ടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ പൊതുവെ അങ്ങനെ പറയത്തില്ലേ, അതിൻ്റെ പുറത്തൊക്കെ പറഞ്ഞത് ആ ക്ഷമിക്കുക. അങ്ങനെയല്ല, ഒരു കൃമികീടത്തിൻ്റെ വില പോലും തരത്തില്ല, അങ്ങനെ പറയാമല്ലോ അല്ലേ? തരത്തില്ല. കാരണം നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. വളരെ മോശമായിപ്പോയി ശ്വേതാ മേനോൻജി. ഓക്കെ, ഇനി ബീന ആൻ്റണി ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കാണില്ല, അതും കൂടി ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഹായ്, നമസ്കാരം. ഞാൻ ബീന ആൻ്റണി. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് തിരക്കുകളും കാരണങ്ങളായതുകൊണ്ട് ഇപ്പം ഇത്ര നീണ്ടുപോയത്. നമുക്കെല്ലാവർക്കും അറിയാം, അമ്മയിൽ ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസൊക്കെ എല്ലാവരും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും അമ്മയിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പബ്ലിക്കിനും ചോദിക്കാം. പക്ഷേ അമ്മ എന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പം അതിലൊരു അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമയില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമത്തിലാണ്. അപ്പോൾ അത്
ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിലുണ്ടായ ഇഷ്യൂസൊക്കെ അല്ലേ, ഞാൻ ഇനി അതൊന്നും തിരിച്ചും പറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നൊരു ഇഷ്യൂ ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ക്ലാരിറ്റി പറയുകയാണേ, എൻ്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പോൾ അന്ന് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയടക്കമുള്ള ശ്വേതയുടെ ഇതിൽ വന്ന ആ ഒരു ഭരണസമിതിക്ക് ഒരുപാട് പിഴവുകൾ ആദ്യം സംഭവിച്ചു. അത് എപ്പോഴും എന്നും ഞാൻ പറയുന്ന കാര്യമാണ്. അവർക്ക് തമ്മിലുള്ള അവരുടെ സ്പ്ലിറ്റായിട്ട് അവർ പല പല ചേരിയായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർക്കും ഈഗോ പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. അമ്മ എന്ന താര സംഘടനയിലെ തന്നെ ഒരു അംഗം പറയുന്നതാണ്. ശ്വേതാ മേനോൻ ഇതൊക്കെ ഒന്ന് കേൾക്കണം. നിങ്ങളുടെ താര സംഘടനയിലെ തന്നെ ഒരു അംഗം പറയുന്നതാണ്. തെറ്റുകൾ നിങ്ങൾക്ക് ഒരുപാട് സംഭവിച്ചു. ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പല ആളുകളും ചേരി തിരിഞ്ഞു നിന്നു. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നതെന്നറിയോ? ആ പ്രസിഡന്റിനെ കൊണ്ടൊരു മാങ്ങാക്കിയും കൊള്ളത്തില്ലെന്ന്. ഓക്കെ, പ്രസിഡന്റ് സ്റ്റേൺ ആയിരുന്നെങ്കിൽ, നിങ്ങൾക്കൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചേരി തിരിഞ്ഞ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ആവത്തില്ലായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളെ കൊണ്ട് കൊള്ളത്തില്ല. പിന്നെ തിരിച്ചവിടെ കയറി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അന്ന് അവരുടെ അന്നത്തെ ജനറൽ ബോഡിയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എന്തോ ഒരു ഇത് എനിക്ക് മനസ്സിൽ, അതിന് മുന്നേ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഞാനതിൽ ഒപ്പിട്ട ആളാണ്, ഇവർ നിൽക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു 45 days കൊടുക്കാമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ തീരുമാനത്തിൽ ഇവർ രാജിവെക്കുകയാണ്. ഈ 17 അംഗങ്ങളുള്ള ആ ഒരു സമിതി രാജിവെച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. പുറത്ത് വന്ന് മാധ്യമങ്ങളെ കാണുന്നു. ശ്വേത പറയുന്നു, ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. നിൽക്കട്ടെ, ബീന ചേച്ചി തന്നെ പറയുന്നത് കേട്ടല്ലോ. പറഞ്ഞതാണ് ശ്വേത പ്രസിഡന്റ് സ്ഥാനം ഓക്കെ രാജിവെച്ചു, മറ്റേത് അംഗത്വം രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകരുത്. ഇല്ല, ഞാനില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ചാടിക്കുത്തി ഇറങ്ങി ഓടി. എന്നിട്ട് ഇപ്പം തിരിച്ചു കയറാൻ എന്തിനാ? നാണമില്ലാതെ. ഒരു ഇച്ചിരി നാണോ മാനോ ഉണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് ചെല്ലരുത്. എനിക്കതേ പറയാനുള്ളൂ. പക്ഷെ ഇപ്പോഴും അമ്മ മറ്റേ റൈറ്റിങ്സ് ഒക്കെ ഇൻസ്റ്റയിൽ എഴുതി ഇടുമ്പോഴത്തേക്ക് അമ്മ പ്രസിഡന്റ് നാണം. നിങ്ങളുടെ കൂടെയുള്ള അൻസിബ അല്ലെങ്കിൽ മാല പാർവതി അല്ലെങ്കിൽ മറ്റേ ഉഷാ ഹസീന ചേച്ചി, അവർക്കൊക്കെ നിങ്ങളോട് വൈരാഗ്യം എന്ന് പറയും. ഓക്കെ, ഇപ്പം അടുത്ത ആൾ വരുന്നു, ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഇവർക്കെല്ലാം നിങ്ങളോട് അങ്ങ് വൈരാഗ്യമാണോ? അല്ല, അത് കൊള്ളാലോ. അയ്യോ, ആ പരിപാടി കൊള്ളാലോ. എല്ലാവരും മോശക്കാർ, നിങ്ങൾ മാത്രം സൂപ്പർ. ആ പരിപാടി കൊള്ളാം കേട്ടോ, സൂപ്പറാ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോൾ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോൾ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ബാക്കി കേൾപ്പിക്കാം. ബീന ചേച്ചി, ശ്വേതാ മാഡത്തിന് വേണ്ടിയിരുന്നതും അത് തന്നെയാണ്, അല്ലെങ്കിൽ ശ്വേതാ മേനോനെ കൊണ്ട് ഈ കളി കളിപ്പിക്കുന്നവർക്ക് വേണ്ടതും അത് തന്നെയാണ്. പിടികിട്ടിയോ? അൻസിബയെ ഇല്ലാതാക്കണമായിരുന്നു. എന്തുകൊണ്ട് കുറച്ച് ഫണ്ട്, സ്പോൺസർഷിപ്പ്, പണം അങ്ങോട്ട് ഒഴുക്കണമായിരുന്നു.
ഇടയ്ക്ക് സംസാരിക്കാൻ പിഷു കയറുന്നു. പിഷാരടിയുടെ രാഷ്ട്രീയം. ഒന്നാമത് നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അവിടത്തേക്ക് വരുന്ന പണത്തിൻ്റെ സോഴ്സ് അത് എങ്ങനെയാണ്, ഏത് പാർട്ടി എന്നൊക്കെ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്കോട്ടാണ് രമേശ് പിഷാരടി കയറുന്നത്. എന്നാ പിന്നെ കിട്ടിയ ഗ്യാപ്പിന് അവനും ഇട്ട് കൊട്ട്. അവൻ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ടില്ലേ? തട്ടിക്കോ വെളിയിൽ തട്ടി, പക്ഷേ ചേച്ചിക്ക് കൊട്ട് കിട്ടി. കാരണം പഴയ സാധനം ഇപ്പോൾ കുത്തിപ്പൊങ്ങി. ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു, ബോയ് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാറുണ്ട്, നല്ലതായിട്ട് സംസാരിക്കാറുണ്ട്. ഇത് പൊങ്ങി വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഇത് പൊങ്ങി വരുമെന്ന് വിചാരിച്ചില്ല. പൊക്കി വിടുമെന്നേ. കാരണം ശ്വേതാ മേനോൻ, ഇപ്പോൾ ചേച്ചി പറയുന്നത് പോലെ തന്നെ ശ്വേതാ മേനോൻ, രമേശ് പിഷാരടി ഇവരുടെയൊക്കെ കോൺവെർസേഷൻസ് നേരത്തെ കാണിച്ച റിയാലിറ്റി ഷോയിൽ അവിടെ സംസാരിക്കുന്നത് പോലും കേൾക്കുന്നവരാ മലയാളികൾ. സോ അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ രമേശ് പിഷാരടി ആരും കല്ലെറിയാൻ നിൽക്കത്തില്ല. എന്നാലും ഉണ്ട്, പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ വേണ്ട, ആ പാർട്ടിയെ പറ്റി ഞാൻ പറയുന്നില്ല, ചിലതല്ല, ഓരോ പാർട്ടി, ആ ഒരു പാർട്ടിയിലുള്ള ചില കുഞ്ഞുങ്ങൾ, ചില ഭ്രാന്ത കുഞ്ഞുങ്ങൾ കുത്തിയിരുന്ന് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് രമേശ് പിഷാരടി ആട്ടുന്നത് കണ്ടു. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത്? ശ്വേതാ മേനോൻജി, നിങ്ങളുടെ സുന്ദരിയായ തൊത്തൊടുവാവ ബോംബെക്കാരി പെൺകുട്ടിയുടെ ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും മിണ്ടാതെ വായ്പൊത്തിയിരിക്കത്തില്ലേ? അല്ലാതെ എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ ഇറങ്ങുമോ? അല്ല, പറ്റുമെങ്കിൽ ഇറങ്ങ്, ഇതേ സാധനം എടുത്തു വെച്ച് ഇറങ്ങ്. ഞാൻ മിണ്ടിയിട്ടില്ല കൂടുതലൊന്നും. കിട്ടട്ടെ സാധനം, എന്നിട്ട് അടിക്കാന്ന് വിചാരിച്ചായിരുന്നു. കിട്ടിയില്ലേ? അടിച്ചില്ലേ? കിട്ടിയില്ലേ? നല്ല ഒണ്ണാക്കിലിട്ട്. ഇനി വല്ലതും പറയാനുണ്ടോ ശ്വേതാ മേനോൻ ദീ? ഉണ്ടോ? ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ, നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടേക്കാം. ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണഘടന ഇനിയും ഭരണസമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ ശ്വേത? ഇപ്പൊ ഈ ചെയ്തത്, പിന്നെ നമ്മൾ നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? അതിനെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു. ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് മതി. കഴിഞ്ഞ ദിവസം ശ്വേത ചേച്ചി പറയുന്നുണ്ടായിരുന്നല്ലോ, ലാലേട്ടനും മമ്മൂക്കയൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന്. രമേശ് പിഷാരടിയുടെ ഈ പരിപാടി ചെയ്തിട്ട് ശ്വേതാ മേനനെ മമ്മൂക്ക സപ്പോർട്ട് ചെയ്യുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമോ? സപ്പോർട്ട് ചെയ്യുമോ? ഞാൻ പിന്നെ അതാ ആലോചിച്ചത്. ഈ തെമ്മാടിത്തരം കാണിച്ചിട്ട്, പ്രത്യേകിച്ച് ഇന്ന് നമ്മളിപ്പോൾ ഇറക്കി വിടുന്ന ഈ സാധനം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യുന്നവന്മാർ മണ്ടന്മാർ, അത്രേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇതിനെയൊക്കെ ആര് സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ പറ, ജസ്റ്റിസ് ഫോർ പിഷാരടി വേണ്ടേ? അങ്ങനെ ഒരു ഹാഷ്ടാഗിന് വേണ്ടേ? ആ മനുഷ്യനോട് ഈ കാട്ടായം കാണിച്ച ഈ സാധനത്തിനെയൊക്കെ എന്താ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.